മാർച്ച് മാസം OTT റിലീസുകളുടെ ചാകര അല്ലെങ്കിൽ OTT റിലീസുകളുടെ പൂരം എന്ന് വേണം പറയാം. മാർച്ച് മാസം 7-ാം തീയതി മലയാളത്തിൽ നിന്ന് ഒരു വമ്പൻ ചിത്രവും തമിഴിൽ നിന്നും ഒരു വമ്പൻ ചിത്രവും ഇപ്പോൾ തെലുങ്കിൽ നിന്നും ഒരു വമ്പൻ ചിത്രം, അങ്ങനെ എല്ലാ ഭാഷകളിൽ നിന്നും തരംഗമായിട്ട് മാറി അല്ലെങ്കിൽ ഹിറ്റായിട്ട് മാറിയ സിനിമകളൊക്കെ ഇതാ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും ഇന്നൊരു വമ്പൻ ചിത്രം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മാർച്ച് മാസം OTT റിലീസിൽ കാത്തിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഗൗതം വാസുദേവ് മേനോന്റെ ഡയറക്ഷനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമെത്തിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റിലീസ് അപ്ഡേറ്റ്സുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് മാസം പകുതിയോടുകൂടി ഈ സിനിമ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒമർ ലുലു ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം ഓണം നാളുകളെ തിയേറ്ററിലെത്തിയ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സൈന പ്ലേ സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസത്തിൽ തന്നെ OTT റിലീസ് ആരംഭിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്ന ഭാവന കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ഷാജി കൈലാസ് ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ഹൊററിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ഒരു ത്രില്ലർ സിനിമയായിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സുകൾ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന മാർച്ച് മാസം ചിത്രത്തിനെ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2023 തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന ദിലീപേട്ടൻ ചിത്രം. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തമന്നയുടെ ആദ്യ മലയാള ചിത്രം എന്ന അരങ്ങേറ്റ ചിത്രം എന്നുള്ള പ്രത്യേകത നേടിയെടുത്ത ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. രാമനിലേക്ക് ശേഷം അരുൺ ഗോപി ഡയറക്ട് ചെയ്ത ചിത്രം ഉദയകൃഷ്ണയെന്ന് തിരക്കഥ രചിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി മാർച്ച് മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലായിട്ട് ഈ ഒരു സിനിമ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേംഡ് ആയിട്ട് വരും ദിവസങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു ചിത്രത്തിന് OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ മാത്യു തോമസ്, ബേസിൽ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തി കപ്പ് എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സ്പോർട്സ് ഡ്രാമ ചിത്രം എന്ന ലേബൽ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളൊക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസമായിട്ട് കപ്പ് എന്ന് പറയുന്ന സിനിമ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ആദ്യ ചിത്രമായിട്ട് തിയേറ്ററിലെത്തിയ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. വളരെയധികം പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, ബേസിൽ ജോസഫ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം മാർച്ച് മാസം അവസാനത്തോടുകൂടി നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ മറ്റൊരു ടൊവിനോ തോമസ് ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ടൊവിനോ തോമസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ് ജൂനിയർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു നടികർ എന്ന് പറയുന്ന സിനിമ. ഭാവനയായിരുന്നു ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ OTT റിലീസ് നീണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ചിത്രത്തിന്റെ OTT റിലീസ് നീണ്ടു പോവുകയാണ്. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യത്തോടുകൂടി നടികർ എന്ന് പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യ ആയിരിക്കുകയാണ്. രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിയുടെ 2025 ആദ്യ ചിത്രമായിരുന്നു. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്ററും രേഖാചിത്രം തന്നെയായിരുന്നു. ആസിഫ് അലിക്കൊപ്പം തന്നെ അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജോഫിൻ ഡി ചാക്കയായിരുന്നു. ചിത്രം 75 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സുകളെല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് വരുന്ന മാർച്ച് മാസം 7-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ മറ്റൊരു തെലുങ്ക് ചിത്രമായിരുന്നു തണ്ടർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുണ്ടായ നാഗചൈതന്യായിരുന്നു. നായികയായിട്ട് സായി പല്ലവി എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം തെലുങ്ക് ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 7-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ
5ഓളം ഭാഷകളിലായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു തമിഴ് ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ട് മാറിയ മണികണ്ഠൻ കേന്ദ്ര കഥാപാത്രത്തെ കുടുംബസ്ഥൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. C5 വഴി ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഈ മാർച്ച് മാസം 7-ാം തീയതി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് റിലീസിനെത്തിയിരിക്കുന്ന ഒരു വമ്പൻ സർപ്രൈസ് OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ തല അജിത്ത് കേന്ദ്ര കഥാപാത്രത്തെത്തി തൃഷ നായികയായിട്ടെത്തിയ അർജുൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമയാണ്. മകിഴ് തിരുമേനി ഡയറക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.